നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. തന്റേതായ അവതരണ ശൈലിയിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ അവതാരികയാണ് രഞ്ജിനി ഹരിദാസ്. ഇംഗ്ലീഷ് കലർന്ന മലയാളത്തിലൂടെ രഞ്ജിനിയുടെ അവതരണ ശൈലി എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു. വിവിധ റിയാലിറ്റി ഷോകളിലൂടെയും സിനിമകളിലൂടെയും ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണിലൂടെയും രഞ്ജിനി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു. വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമുള്ള താരം അത് ആരുടെ മുന്നിലും തുറന്നു പറയാൻ മടി കാണിക്കാറില്ല. അതുവഴി നിരവധി വിമർശനങ്ങൾക്കും രഞ്ജിനി പാത്രമായിരുന്നു. അവതാരക എന്ന നിലയിൽ ഇത്രത്തോളം സ്വാധീനം സൃഷ്ടിച്ച മറ്റൊരാൾ ഉണ്ടാകില്ല. അഭിനേത്രിയായും കയ്യടി നേടിയിട്ടുള്ള രഞ്ജിനി ബിഗ് ബോസ് താരം കൂടിയായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 1 ജനപ്രിയ മത്സരാർത്ഥിയായിരുന്നു രഞ്ജിനി. ഇപ്പോഴും ബിഗ് ബോസിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയാണ് രഞ്ജിനി എന്ന് കണക്കാക്കുന്നത്. സോഷ്യൽ മീഡിയയിലെയും മിന്നും താരമാണ് രഞ്ജിനി ഹരിദാസ്. തന്റെ വിശേഷങ്ങൾ താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. കണ്ണേറ് ദോഷം, ചീത്ത സമയവും നല്ല സമയവും എന്നൊക്കെ പറയുന്നതൊന്നും വിശ്വസിക്കാതിരുന്ന ആളായിരുന്നു രഞ്ജിനി ഹരിദാസ്. പക്ഷേ ജീവിതത്തിൽ ഇപ്പോൾ അത്തരത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടായതിനു ശേഷം അതിലൊക്കെ വിശ്വസിച്ചു പോകുന്നു എന്ന് രഞ്ജിനി ഹരിദാസ് പറയുന്നു. എല്ലാം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ വളരെ മോശം സമയമാണെന്നാണ് രഞ്ജിനി ഹരിദാസ് പറയുന്നത്. ദുബായിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം വീട്ടിലെ ഓരോ സാധനങ്ങളായി കേടുവന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ റൂമിലെ എസിയും ടിവിയും പോയി. അത് കഴിഞ്ഞ് ഹോളിലെ ടിവിയും എസിയും ഇലക്ട്രീഷ്യനെയും എസി സർവീസ് ചെയ്യുന്ന ആളെയും വിളിച്ചു വരുത്തി. അത് നന്നാക്കിയപ്പോഴേക്കും വാഷിംഗ് മെഷീൻ കേടായി. എന്തിനേറെ വണ്ടി 2 തവണ ആക്സിഡന്റ് ആയി. ഒരു തവണ വണ്ടിയുടെ എസിയും പോയി വഴിയിലായി. ഇതെല്ലാം സംഭവിച്ചത് ഒരാഴ്ചയ്ക്കുള്ളിലാണ് എന്നതാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത്. തൊടുന്നതെല്ലാം മോശമെന്ന അവസ്ഥയിലായിരുന്നു. അവസാനം ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഒരു സുഹൃത്ത് ചോദിക്കുന്നത്, ഇനി കണ്ണേറ് വലതുമാണോ എന്ന്. ഒരിക്കലും ഉപ്പുമുളകും കടുകും ഒഴിഞ്ഞിടാത്ത ഞാൻ അവൾ പറഞ്ഞത് കേട്ട് എന്നെയും എന്റെ വീടിനെയും മൊത്തത്തിൽ ഒഴിഞ്ഞിട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് ഹാളിലെ ടിവി പൊട്ടിയത്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ എന്റെ സഹോദരൻ സ്ഥലത്തില്ല എന്നതാണ് മറ്റൊരു കാര്യം. കല്യാണം കഴിഞ്ഞ അവൻ ലണ്ടനിലേക്ക് പോയി. ഇതെല്ലാം ഞാൻ ഒരാൾ തന്നെ നോക്കണം. എനിക്കിപ്പോൾ വളരെ മോശം സമയമാണെങ്കിലും അമ്മയ്ക്ക് ഇത് നല്ല സമയമാണ്. പുതിയ ഓരോ സാധനങ്ങൾ കിട്ടുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഗൈസ്, പോസിറ്റീവാണ്. ഇതെല്ലാം മാറി വരും. നെഗറ്റീവായി ചിന്തിച്ചാൽ എല്ലാം നെഗറ്റീവായി തന്നെ വരും. അതുകൊണ്ട് പോസിറ്റീവായിരിക്കൂ എന്ന് രഞ്ജിനിയുടെ അമ്മയും പറയുന്നു. ഇനി നിങ്ങൾ എല്ലാവരും നല്ലത് സംഭവിക്കുമെന്ന് പറഞ്ഞ് പോസിറ്റീവായി കമന്റ് ഇട്ടാൽ ഒരു ആശ്വാസമായിരിക്കുമെന്ന് പറഞ്ഞാണ് രഞ്ജിനി ഹരിദാസ് യൂട്യൂബ് വീഡിയോ അവസാനിപ്പിക്കുന്നത്. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് രഞ്ജിനി പങ്കുവച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലേറെ ചർച്ചയായിരുന്നു. രഞ്ജിനി ഹരിദാസ് താൻ ഒരു കുലസ്ത്രീയായി എന്ന് സ്വയം വിശേഷിപ്പിച്ച് രംഗത്തെത്തിയതാണ്. കുലസ്ത്രീ എന്ന വാക്ക് ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള കേരളത്തിലെ സെലിബ്രിറ്റികളിൽ ഒരാളാണ് രഞ്ജിനി ഹരിദാസ്. വട്ടപ്പൊട്ടും സാരിയും ഒക്കെ ഉടുത്തുകൊണ്ട് തീർത്തും വ്യത്യസ്ത ലുക്കിലാണ് രഞ്ജിനി ഹരിദാസിനെ ചിത്രത്തിൽ കാണുന്നത്. കുലസ്ത്രീ മൂഡ് ആക്ടിവേറ്റഡ് എന്ന ക്യാപ്ഷനോടെയാണ് രഞ്ജിനി സെൽഫി ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. പൂമുഖവാതുക്കൾ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്ന പാട്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. കുലസ്ത്രീ ലുക്കായി കഴിഞ്ഞു. ഇനി ഒരു കുല പുരുഷനെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ പാട്ടിന് ശരിക്കും അർത്ഥമുണ്ടാകാം എന്ന് രഞ്ജിനി ഹരിദാസ് പറഞ്ഞത്. എന്താണ് പെട്ടെന്ന് രഞ്ജിനിക്ക് ഇങ്ങനെ ഒരു മാറ്റം എന്നാരും അമ്പരപ്പെടേണ്ടതില്ല. ഇതൊരു ഷൂട്ടിന്റെ ഭാഗമാണെന്ന് ഹാഷ്ടാഗിൽ താരം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയാണ് രഞ്ജിനി ഇങ്ങനെ ഒരു ലുക്ക് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ലുക്കിൽ എന്ത് സുന്ദരിയാണ് എന്ന് പറഞ്ഞ് രഞ്ജിനിയുടെ സൗന്ദര്യത്തെ പ്രശംസിക്കുന്ന കമന്റുകളാണ് ഫോട്ടോയ്ക്ക് താഴെ വരുന്നത്. പൊതുവെ വെസ്റ്റേൺ വേഷത്തിൽ മാത്രം രഞ്ജിനിയെ കാണുന്ന ആരാധകർക്ക് ഈ ലുക്ക് ശരിക്കും ഒരു അമ്പരപ്പാണെന്ന് കമന്റിൽ കാണാം. ആദ്യം കണ്ടപ്പോൾ വിദ്യാബാലനെ പോലെ തോന്നിയെന്നാണ് നടിയും അവതാരകയുമായ ജുവൽ മേരിയുടെ കമന്റ്. സുന്ദരി എന്ന് വിളിച്ച് അഭയ ഹിരൺമയിയും കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട്. 42-കാരിയായ രഞ്ജിനി ഇപ്പോഴും അവിവാഹിതയാണ്. വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഇതുവരെയും താരം തയ്യാറായിട്ടില്ല. ഇതേക്കുറിച്ച് പലരും താരത്തോട് ചോദിക്കാറുണ്ട്. ഇതേക്കുറിച്ച് രഞ്ജിനി പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു. അമ്മ എന്നോട് വിവാഹം ചെയ്യാൻ പറഞ്ഞിട്ടുമില്ല. വിവാഹം ചെയ്യുകയാണെങ്കിൽ പങ്കാളിയെക്കുറിച്ച് തനിക്കൊരു സങ്കല്പമുണ്ടെന്നും രഞ്ജിനി ഹരിദാസ് അന്ന് വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷമായി ഞാൻ പറയുന്നതാണ്, ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ടാകും. എന്നെക്കാളും എല്ലാത്തിനും 0.1 ബെറ്റർ ആയിരിക്കണം. 0.001 ആയാലും മതി. കാരണം അവിടെ ഈഗോ വരാൻ പാടില്ല. എന്റെ നെഗറ്റീവ് അതാണ്. അവിടെ ഈഗോ അടിച്ചാൽ ഞാൻ വിട്ടുകൊടുക്കില്ല. അതെന്റെ പ്രശ്നമാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞ 20 വർഷം ഞാൻ ഡേറ്റ് ചെയ്തവരിൽ നോക്കിയാൽ എന്തെങ്കിലും ഒരെണ്ണത്തിൽ അവർക്ക് കോംപ്ലക്സ് അടിക്കും. ഇപ്പോൾ കോംപ്ലക്സ് അടിക്കുന്നത് ഞാൻ ജീവിക്കുന്ന ജീവിതത്തിലായിരിക്കും. എന്റെ ജീവിതം സ്വതന്ത്രമായി ജീവിക്കുന്നു. എന്റെ തീരുമാനങ്ങളെല്ലാം ഞാനാണ് എടുക്കുന്നത്. ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒരാളോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. അത് മനസ്സിലാക്കണമെങ്കിൽ അതേ അനുഭവങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായിരിക്കണം. അങ്ങനെ ഞാൻ ട്രഡീഷണൽ ആണ്. ആ പുരുഷൻ എല്ലാത്തിലും എന്നെക്കാളും മികച്ചതായിരിക്കണം. അങ്ങനെ ഒരാൾ വരേണ്ടതുണ്ടെന്നും രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കിയിരുന്നു. ശരത് പുളിമൂട് എന്നയാളുമായി പ്രണയത്തിലാണ് രഞ്ജിനി ഇപ്പോൾ. ഇതിനു മുൻപ് ബന്ധങ്ങളൊക്കെ ആത്മാർത്ഥമായിരുന്നു എങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതൊന്നും വിജയിച്ചില്ല.
അതിനുശേഷമാണ് ശരത്തുമായി ഇഷ്ടത്തിലാവുന്നത്. വർഷങ്ങളായുള്ള രഞ്ജിനിക്ക് ശരത്തിനെ പരിചയമുണ്ട്. ആ സമയത്ത് ശരത്ത് വിവാഹിതനായിരുന്നു, രഞ്ജിനി മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്നു. പിന്നീട് ശരത്ത് വിവാഹമോചിതനായി. രഞ്ജിനി നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചു. അങ്ങനെ ശരത്തും രഞ്ജിനിയും അടുപ്പത്തിലാകുകയായിരുന്നു. ശരത്തുമായിട്ടുള്ള ബന്ധം വിവാഹത്തിലേക്ക് എത്തുമോ എന്നൊന്നും അറിയില്ലെന്നും രഞ്ജിനി പറഞ്ഞിരുന്നു. അടുത്തിടെ രഞ്ജിനി പങ്കുവച്ച വീഡിയോയിൽ തനിക്ക് മിഡിൽ ലൈഫ് ക്രൈസിസിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് രഞ്ജിനി വെളിപ്പെടുത്തിയിരുന്നതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മധ്യവയസ്സിൽ തോന്നുന്ന ചില വിരക്തികളാണ് മിഡിൽ ലൈഫ് ക്രൈസിസ്. അത് 40 മുതൽ 60 വരെ നീണ്ടു നിൽക്കാം. എല്ലാം നിഷേധിക്കുക എന്നതാണ് ആദ്യത്തെ ഘട്ടം. താൻ പ്രായമാവുന്നു എന്നതിന് എതിരെ പോരാടാനോ അത് നിഷേധിക്കാനോ ശ്രമിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എല്ലാത്തിനോടും ദേഷ്യം തോന്നുക, എല്ലാം ആവർത്തിച്ചു ചെയ്യുക, എല്ലാത്തിൽ നിന്നും പിൻവലിയുക, വിഷാദം അനുഭവപ്പെടുക, താല്പര്യക്കുറവ് തോന്നുക എന്നൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇതിനെ അതിജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഏറ്റവും വിശ്വാസമുള്ള ഒരാളോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഒരാളാണ് താങ്കളെങ്കിൽ സഹതാപവും നെഗറ്റീവ് കമന്റുകളും നേരിട്ട് വരുന്നതിനെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. മറ്റ് പ്രത്യേകിച്ച് ചികിത്സകളൊന്നും ഈ അവസ്ഥയ്ക്കില്ല. തന്റെ അവസ്ഥയെക്കുറിച്ച് ഗവേഷണം ചെയ്ത് നോക്കിയപ്പോൾ തനിക്ക് കാണിച്ച ലക്ഷണങ്ങളെല്ലാം മിഡിൽ ലൈഫ് ക്രൈസിസിന്റേതാണെന്ന് രഞ്ജിനി ഹരിദാസ് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ രഞ്ജിനി ഹരിദാസിന്റെ വാക്കുകളും ചർച്ചയായി മാറിയിരുന്നു. എനിക്ക് ഷർട്ടില്ലാത്ത ഫോട്ടോ അയച്ചു തന്ന ഒരു നടനുണ്ട്, പക്ഷേ ഇപ്പോൾ കാണിച്ചു തരാൻ ആ ഫോട്ടോ കയ്യിലില്ല. എനിക്ക് ഫോട്ടോ അയച്ചു തരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? എന്നിട്ട് എന്നോട് പറയും നിന്റെ ഫോട്ടോ അയച്ചതാ, എന്റെ കയ്യിൽ തെളിവില്ല, ഉണ്ടായിരുന്നുവെങ്കിൽ പേര് പറഞ്ഞേനെ, മുട്ടിയ വാതിൽ മാറിപ്പോയി എന്ന് ഞാൻ മറുപടി നൽകും. അതോടെ അത് അവസാനിക്കും. പക്ഷേ ഇത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രം വരുന്നതല്ല. ഇപ്പോൾ ഇത്തരം സംസാരം നടക്കുന്നതെല്ലാം ഇനി വരുന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള ഒരു പാഠമായിരിക്കും. കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന മേഖലയാണ് സിനിമാ മേഖല. പ്രശസ്തിയോടും പണത്തോടും നോ പറയാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. സാമ്പത്തികമായും മറ്റും പിന്നിൽ നിൽക്കുന്നവരാണ് ഇതിൽ പെട്ടുപോകുന്നതായി എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രിവിലേജിൽ നിന്നും വരികയാണെങ്കിൽ അങ്ങനെയല്ല. എന്റെ അച്ഛനും അമ്മയും നിർമ്മാതാവോ സംവിധായകനോ ആയിരുന്നു എങ്കിൽ എനിക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകില്ല. അത്തരം പ്രിവിലേജുകൾ ഇല്ലാതെ സിനിമാ മോഹവുമായി വരുമ്പോൾ നോ പറയാൻ പറ്റുന്നില്ല. അവർ വിചാരിക്കുക യെസ് പറഞ്ഞാൽ അല്ലെങ്കിൽ വഴങ്ങിക്കൊടുത്താൽ അവരുടെ ജീവിതം മാറി മറിയും എന്നാണ്. അത് ചൂഷണമാണ്. ഇത് ഓക്കെയല്ല. പക്ഷേ സ്ത്രീകളെ നോ പറയാനല്ല പഠിപ്പിക്കേണ്ടത്, ആ അന്തരീക്ഷം മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. എന്തുകൊണ്ട് സ്ത്രീകൾ നോ പറയുന്നില്ല എന്ന് പലരും ചോദിക്കുന്നത്, പല സീനിയർ താരങ്ങളും പറയുന്നത് കണ്ടു. എന്തുകൊണ്ട് നോ പറയുകയോ മറ്റ് ഇൻഡസ്ട്രിയിലേക്ക് പോവുകയോ ചെയ്യുന്നില്ല എന്ന്. എനിക്ക് നോ പറയാൻ അറിയാം, പക്ഷേ പലർക്കും നോ പറയാൻ അറിയില്ല. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വേറെയാണെന്നുമാണ് രഞ്ജിനി പറഞ്ഞിരുന്നത്.